ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി 4 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴിതാ നടക്കാൻ പോകുന്ന ഒരു മിഡ് എവിക്ഷനിൽ 2 മത്സരാർത്ഥികളാണ് പുറത്തേക്ക് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 7 മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഹൗസിൽ നിലവിലുള്ളത്. നമുക്ക് അനുമോളും അനീഷിൻ്റെയും കാര്യം മാറ്റിവെക്കാം. കാരണം സോഷ്യൽ മീഡിയയിൽ പോളുകളിലായാലും അൺഒഫീഷ്യൽ വോട്ടിങ്ങിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 മത്സരാർത്ഥികൾ അനീഷും അനുമോളുമാണ്. അതുകൊണ്ട് തന്നെ മിഡ് എവിക്ഷനിൽ ഇവർ പുറത്തു പോകില്ല എന്ന കാര്യം നമുക്ക് 100% ഉറപ്പാണ്. പിന്നീടുള്ള 5 മത്സരാർത്ഥികൾ ഷാനവാസും നൂറയും സേവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവരെ രണ്ടാളെയും നമുക്ക് മാറ്റിവെക്കാം. എന്തായാലും വോട്ടിങ്ങിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു മാറ്റം സംഭവിച്ചേക്കാം. നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അക്ബർ, നെവിൻ, ആദില ഒരു മിഡ് എവിക്ഷനിൽ ഒരു 2 പേർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ആദില ഉറപ്പായും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അക്ബറോ നെവിന് ലാസ്റ്റ് വീക്കിലൊക്കെ നെവിന് അത്യാവശ്യം നല്ല പ്രേക്ഷക അഭിപ്രായം നേടിയിരുന്നു. നെവിൻ അത്യാവശ്യം നല്ല ഗെയിമൊക്കെ കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നെവിന് വോട്ട് കൂടുന്ന ഒരു സാധ്യതയും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നെവിന് ചാൻസ് കുറവാണ്. അക്ബർ ഒരു ഗ്രാൻഡ് ഫിനാലേക്ക് തൊട്ട് മുന്നിൽ മിഡ് എവിക്ഷനിൽ പുറത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ആദില ഏറെക്കുറെ ഉറപ്പായും പുറത്തു പോകും. അതേപോലെ തന്നെ നെവിൻ, അക്ബർ ഇവർക്കാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഒരു കാര്യം പറയാം, വോട്ടിങ്ങിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ഏകദേശം ഒരു സോഷ്യൽ മീഡിയ പോളും അൺഒഫീഷ്യൽ വോട്ടിങ്ങിൻ്റെ ഒക്കെ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്.